ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വയനാട് പുനരധിവാസം സർക്കാരിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി. അനധികൃത സ്വത്ത് സമ്പാദനം മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI അന്വേഷണം. ലഹരി വ്യാപനത്തിന്റെ കണ്ണിയായി SFI മാറിയെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ. മുംബൈ ഭീകരാക്രമണ കേസ് തഹാവൂർ റാണെ NIA കസ്റ്റഡിയിൽ വിട്ട് കോടതി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൗദിയിലേക്ക് സുപ്രധാന കരാറുകളിൽ ഒപ്പുവെക്കും. വാർത്തകൾ വിശദമായി. വയനാട് പുനരധിവാസ പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിന് സർക്കാർ നിശ്ചയിച്ച നഷ്ടപരിഹാരം കുറഞ്ഞുപോയെന്നാരോപിച്ച് എൽസ്റ്റൺ എസ്റ്റേറ്റ് നൽകിയ ഹർജിയിൽ ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ച് ഹൈക്കോടതി. സർക്കാരിന് ഭൂമി ഏറ്റെടുക്കുന്നതിന് തടസ്സമില്ലെന്ന് പറഞ്ഞ ഹൈക്കോടതി 17 കോടി രൂപ കൂടി കെട്ടിവെക്കുവാൻ സർക്കാരിന് നിർദ്ദേശം നൽകി. ഹൈക്കോടതി രജിസ്ട്രാർ നിശ്ചയിക്കുന്ന നിബന്ധനകൾക്ക് വിധേയമായി ഈ തുക എസ്റ്റേറ്റ് ഉടമകൾക്ക് പിൻവലിക്കാമെന്നും ചീഫ് ജസ്റ്റിസ് നിതിൻ ജാംദാർ, ജസ്റ്റിസ് S മനു എന്നിവരുൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി. സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ച് ഹാരിസൺ, എൽസ്റ്റൺ എസ്റ്റേറ്റുകൾ നൽകിയ ഹർജികൾ ഫയലിൽ സ്വീകരിച്ചു. ഹർജികൾ ജൂലൈയിൽ പരിഗണിക്കും. എൽസ്റ്റൺ എസ്റ്റേറ്റിന്റെ 78.73 ഹെക്ടർ ഭൂമി 26.5 കോടി രൂപയ്ക്കാണ് സർക്കാർ ഏറ്റെടുത്തതെന്നും ഇത് തീരെ കുറവാണെന്നും 549 കോടി മൂല്യമുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് ഉടമകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. നടപടിക്രമങ്ങൾ പാലിക്കാതെ മൂല്യനിർണ്ണയം നടത്തി ഭൂമി കൈവശം എടുക്കുകയാണ് സർക്കാർ ചെയ്യുന്നതെന്നും 2013 ഭൂമി ഏറ്റെടുക്കൽ നിയമപ്രകാരം നഷ്ടപരിഹാരം നൽകണമെന്ന് സിംഗിൾ ബെഞ്ച് നിർദ്ദേശിച്ചതിനു പിന്നാലെ സർക്കാർ ന്യായവില കുറച്ചുവെന്നും എസ്റ്റേറ്റ് ഉടമകൾ ചൂണ്ടിക്കാട്ടിയിരുന്നു. എസ്റ്റേറ്റിലെ തേയില ചെടികൾക്ക് 82 കോടി രൂപയും ഫാക്ടറി കെട്ടിടങ്ങൾക്ക് 20 കോടിയും മൂല്യം വരും. ക്വാർട്ടേഴ്സ് ഉൾപ്പെടെ കെട്ടിടങ്ങളുണ്ടെന്നും എൽസ്റ്റൺ അറിയിച്ചു. എന്നാൽ സമീപകാലത്ത് നടന്ന 10 ഭൂമി ഇടപാടുകളുടെ രേഖകൾ പരിശോധിച്ചാണ് നഷ്ടപരിഹാരം കണക്കാക്കിയതെന്നും കോടതി ആവശ്യപ്പെട്ടാൽ ന്യായവില കണക്കാക്കി നഷ്ടപരിഹാരം നൽകാൻ തയ്യാറാണെന്നും സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ന്യായവില കണക്കാക്കുന്നതിൽ ചെറിയ മാറ്റമുണ്ടെന്നും ഇത് പ്രകാരം എസ്റ്റേറ്റ് ഉടമകൾക്ക് 16 കോടി രൂപ കൂടി ഉൾപ്പെടുത്തി 42 കോടി രൂപ നൽകാൻ കഴിയുമെന്നും സർക്കാർ അറിയിച്ചിരുന്നു. തുടർന്നാണ് ഇന്ന് കോടതി ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിച്ചതും 17 കോടി രൂപ കൂടി ഉൾപ്പെടുത്താൻ നിർദ്ദേശം നൽകിയതും. 26.5 കോടി രൂപ ഹൈക്കോടതി രജിസ്ട്രിയിൽ കെട്ടിവെച്ച് ഭൂമി പ്രതീകാത്മകമായി ഏറ്റെടുത്ത ടൗൺഷിപ്പിന്റെ നിർമ്മാണോദ്ഘാടനം നേരത്തെ നടത്തിയിരുന്നു. എന്നാൽ കേസ് കോടതിയിലായതിനാൽ തുടർ നിർമ്മാണ പ്രവർത്തനങ്ങളൊന്നും നടന്നിരുന്നില്ല. അതിനാണ് ഇന്നത്തെ വിധിയോടെ മാറ്റം വരുന്നത്. അതിനിടെ കഴിഞ്ഞ ദിവസമാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ വായ്പ എഴുതി തള്ളാത്തതിൽ കേന്ദ്ര സർക്കാരിനെതിരെ നിലപാട് ഹൈക്കോടതി കടുപ്പിച്ചത്. വായ്പ എഴുതി തള്ളാൻ തീരുമാനമെടുക്കണമെന്ന് നിർദ്ദേശം നൽകിക്കൊണ്ട് ഹൈക്കോടതി ഇടക്കാല ഉത്തരവിറക്കി. കേന്ദ്ര സർക്കാരും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും വിവേചനാധികാരം വിനിയോഗിക്കണമെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. ബാങ്ക് വായ്പ എഴുതി തള്ളാൻ നിർദ്ദേശിക്കാൻ ദുരന്ത നിവാരണ നിയമത്തിൽ വ്യവസ്ഥയുണ്ടെന്നും നിയമത്തിലെ 13-ാം വകുപ്പ് ഉപയോഗിക്കാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി തയ്യാറാകണമെന്നും ഹൈക്കോടതി ആവശ്യപ്പെട്ടു. ഈ ഉത്തരവാദിത്തത്തിൽ നിന്ന് കേന്ദ്ര സർക്കാരും ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും ഒഴിഞ്ഞുമാറുന്നുവെന്നും ഹൈക്കോടതി വിമർശിച്ചു. മുൻ ചീഫ് സെക്രട്ടറി KM എബ്രഹാമിനെതിരെ CBI അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവിട്ടു. KM എബ്രഹാം വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന പരാതിയിൽ CBI അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് നൽകിയ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഉത്തരവ്. KM എബ്രഹാം 2015 ധനകാര്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി ആയിരുന്നപ്പോൾ വരവിൽ കവിഞ്ഞ സ്വത്ത് സമ്പാദിച്ചെന്ന് ആരോപിച്ചായിരുന്നു ഹർജി. നിലവിൽ മുഖ്യമന്ത്രിയുടെ ചീഫ് പ്രിൻസിപ്പൽ സെക്രട്ടറി, കിഫ്ബി CEO എന്നീ പദവികളിൽ തുടരുകയാണ് KM എബ്രഹാം. കൊച്ചി CBI യൂണിറ്റിനാണ് കേസ് ഏറ്റെടുക്കാനുള്ള നിർദ്ദേശം ഹൈക്കോടതി നൽകിയത്. സംസ്ഥാന വിജിലൻസ് KM എബ്രാഹിമിനെതിരായ പരാതി അന്വേഷിച്ചു തള്ളിയിരുന്നു. ജേക്കബ് തോമസ് വിജിലൻസ് ഡയറക്ടറായിരിക്കെയാണ് അന്വേഷണം നടന്നത്. അന്വേഷണവുമായി ബന്ധപ്പെട്ട് KM എബ്രാഹിമിന്റെ വീട് അളന്നതും ചോദ്യം ചെയ്തതും വിവാദമായിരുന്നു. IASകാർ സമരത്തിലേക്ക് നീങ്ങാൻ കാരണവും ഈ അന്വേഷണമായിരുന്നു. മുംബൈ ഭീകരാക്രമണത്തിലെ സൂത്രധാരൻ തഹാവൂർ റാണെ NIA കസ്റ്റഡിയിൽ വിട്ടു. ദില്ലിയിലെ പ്രത്യേക NIA കോടതിയുടേതാണ് നടപടി. 18 ദിവസത്തേക്കാണ് റാണെ കസ്റ്റഡിയിൽ വിട്ട് കോടതി ഉത്തരവിട്ടത്. റാണെ ഇന്ത്യയിലെത്തിച്ചതിന് പിന്നാലെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നാവശ്യപ്പെട്ട് പട്യാല ഹൌസ് കോടതിയിൽ NIA അപേക്ഷ നൽകിയിരുന്നു. മുംബൈ ആക്രമണത്തിലെ ഗൂഢാലോചന പുറത്തു കൊണ്ടുവരുന്നതിന് കസ്റ്റഡി ചോദ്യം ചെയ്യൽ അനിവാര്യമാണെന്നും റാണയെ 20 ദിവസം കസ്റ്റഡിയിൽ വേണമെന്നുമായിരുന്നു NIA ആവശ്യപ്പെട്ടത്. കേസിൽ 1-ാം പ്രതിയായ ഡേവിഡ് കോൾമാൻ ഹെഡ്ലി ഇന്ത്യ സന്ദർശിക്കുന്നതിന് മുമ്പ് തഹാവൂർ റാണയുമായി മുഴുവൻ ഓപ്പറേഷനെക്കുറിച്ചും ചർച്ച ചെയ്തിരുന്നുവെന്ന്
NIA കോടതിയിൽ വാദിച്ചിരുന്നു. ഹെഡ്ലിയുടെ മൊഴി അടക്കമുള്ള വിശദാംശങ്ങൾ NIA കോടതിയിൽ നൽകി. എന്നാൽ NIA കോടതി 3 ആഴ്ചത്തേക്കാണ് റാണയെ കസ്റ്റഡിയിൽ വിട്ടത്. NIA പ്രത്യേക കോടതി ജഡ്ജി ചന്ദർജിത് സിംഗ് ആണ് വാദം കേട്ടത്. കസ്റ്റഡി കാലയളവിൽ റാണയെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് NIA വ്യക്തമാക്കി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് മുംബൈ ഭീകരാക്രമണ കേസിലെ പ്രതിയായ പാകിസ്ഥാൻ വംശജനായ കനേഡിയൻ വ്യവസായി തഹാവൂർ റാണയുമായുള്ള വിമാനം ഇന്ത്യയിലെത്തിയത്. റാണയെ ദില്ലിയിലെത്തിച്ചതോടെ പഴുതടച്ച സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. കോടതി നടപടികൾ പൂർത്തിയാക്കിയതിനു ശേഷമേ NIA ആസ്ഥാനത്തെത്തിക്കുമോ ജയിലിലേക്ക് മാറ്റുമോ തുടങ്ങിയ വിഷയങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. റാണയെ ഇന്ത്യയിൽ സഹായിക്കുന്ന ചില കണ്ണികളുണ്ടെന്നാണ് വിവരം. ഇതിൽ വ്യക്തത വരുത്തുന്നതടക്കമുള്ള നീക്കങ്ങളിലാണ് അന്വേഷണ സംഘം. അതിനിടെ ഭീകരാക്രമണത്തിനിടെ നടന്ന സംഭവങ്ങൾ തന്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും മറക്കാനാവില്ലാത്തതാണെന്ന് ആക്രമണത്തിനിടെ 20 ഗർഭിണികളെ രക്ഷിച്ച നഴ്സ് പറഞ്ഞു. മുംബൈയിലെ കാമ ആശുപത്രിയിലെ നഴ്സായ അഞ്ജലി കുൽത്തെയാണ് കഴിഞ്ഞ ദിവസം ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ 26/11 ഭീകരാക്രമണത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾ പങ്കുവച്ചത്. കാമ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 20 ഗർഭിണികളെ രക്ഷിക്കുവാനും ഉയർന്ന രക്തസമ്മർദ്ദമുള്ള ഒരു ഗർഭിണിക്ക് സുരക്ഷിതമായ പ്രസവം ഉറപ്പാക്കുവാനും ഭീകരാക്രമണത്തിനിടെ അഞ്ജലി കുൽത്തെയ്ക്ക് കഴിഞ്ഞിരുന്നു. നവംബർ 26 രാത്രി 9:30 CST റെയിൽവേ സ്റ്റേഷൻ ആക്രമിച്ച ഭീകരർ കാമ ആശുപത്രിയിലേക്ക് നീങ്ങുന്നുണ്ടെന്ന വിവരം ലഭിച്ചത്. മിനിറ്റുകൾക്കുള്ളിൽ ആശുപത്രിയുടെ പിൻഭാഗത്തുള്ള ഒരു ലെയിനിൽ നിന്ന് വെടിയൊച്ചകൾ കേട്ടു. ജനാലയിലൂടെ നോക്കിയപ്പോൾ 2 ഭീകരർ ഓടുന്നതും പോലീസ് അവർക്ക് നേരെ വെടിയുതിർക്കുന്നതും കണ്ടു. തുടർന്ന് ഭീകരർ ഗേറ്റ് കടന്ന് ആശുപത്രി വളപ്പിലേക്ക് കയറി. 2 സുരക്ഷാ ജീവനക്കാർക്ക് നേരെ വെടിയുതിർത്തു. ജനാലക്കരികിൽ ഞങ്ങളെ കണ്ടതോടെ അവർ ഞങ്ങൾക്കു നേരെയും വെടിയുതിർത്തു. ഒപ്പമുണ്ടായിരുന്ന ഒരു നഴ്സിന് പരിക്കേറ്റു. ഉടൻ തന്നെ അവളെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി. തീവ്രവാദികൾ ആശുപത്രിയിൽ പ്രവേശിച്ചുവെന്ന് ഞാൻ എല്ലാവരോടും വിളിച്ചു പറഞ്ഞുവെന്ന് അഞ്ജലി കുൽത്തെ പറഞ്ഞു. 2 സുരക്ഷാ ജീവനക്കാർക്ക് പുറമെ ഒരു ആശുപത്രി ജീവനക്കാരനും കാമ ആശുപത്രിയിലുണ്ടായ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. ഉന്നത ഉദ്യോഗസ്ഥനെയും സഹപ്രവർത്തകനെയും നവമാധ്യമങ്ങൾ വഴി അധിക്ഷേപിച്ചെന്ന ആരോപണത്തിൽ സസ്പെൻഷനിലായ N പ്രശാന്തിന്റെ ആവശ്യം അംഗീകരിക്കില്ലെന്ന് സർക്കാർ. ഹിയറിംഗ് ലൈവ് സ്ട്രീം ചെയ്യണമെന്ന N പ്രശാന്ത് IASന്റെ ആവശ്യം അംഗീകരിക്കില്ലെന്നാണ് സർക്കാരിന്റെ നിലപാട്. അച്ചടക്ക നടപടിയുടെ ഭാഗമായതിനാൽ രഹസ്യ സ്വഭാവമുണ്ടെന്ന് സർക്കാർ പറയുന്നു. ലൈവ് സ്ട്രീമിംഗും റെക്കോർഡിംഗും നടത്തണമെന്നായിരുന്നു N പ്രശാന്തിന്റെ ആവശ്യം. ഈ മാസം 16 പ്രശാന്തിന് ഹിയറിംഗ് നോട്ടീസ് നൽകിയിരുന്നത്. പ്രശാന്തിനെതിരെ വകുപ്പ് തല നടപടിക്ക് മുന്നോടിയായി വകുപ്പ് തല അന്വേഷണത്തിന് സർക്കാർ ആലോചിക്കുമ്പോഴാണ് ഹിയറിംഗ് ആവശ്യപ്പെട്ടത്. വ്യക്തിപരമായ ഹിയറിംഗ് ലൈവ് സ്ട്രീമിംഗ് ആവശ്യപ്പെടുന്നത് അസാധാരണ നടപടിയാണെന്ന് മുതിർന്ന IAS ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. IAS സർവീസ് ചട്ടത്തിൽ അത്തരം കാര്യം പറയുന്നില്ല. തെളിവ് എന്ന നിലയിൽ വീഡിയോ റെക്കോർഡിംഗ് ആവശ്യപ്പെടാമെങ്കിലും ലൈവ് സ്ട്രീമിംഗ് അസാധാരണമാണെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാണിച്ചു. പൊതുതാൽപര്യം പരിഗണിച്ചാണ് ഇക്കാര്യങ്ങൾ ആവശ്യപ്പെട്ടതെന്നാണ് പ്രശാന്തിന്റെ ന്യായീകരണം. തന്നെ കേൾക്കാൻ ചീഫ് സെക്രട്ടറി തയ്യാറാകണമെന്നാവശ്യപ്പെട്ട് പ്രശാന്ത് കത്ത് നൽകിയിരുന്നു. നോട്ടീസിന് മറുപടിയായി പ്രശാന്ത് നിരവധി കത്തുകൾ ചീഫ് സെക്രട്ടറിക്ക് നൽകിയിരുന്നു. എന്നാൽ ഇതെല്ലാം തിരിച്ച് വിശദീകരണം ചോദിക്കലാണെന്നും മറുപടിയായി കണക്കാക്കാനാകില്ലെന്നുമാണ് സർക്കാർ നിലപാട്. കുറ്റം ചെയ്തോ ഇല്ലയോ എന്നാണ് പ്രശാന്ത് വ്യക്തമാക്കേണ്ടതെന്നും സർക്കാർ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അടുത്തയാഴ്ച ഹിയറിംഗ് നടത്തുന്നത്. സസ്പെൻഷനെ ചൊല്ലി ഉന്നത ഉദ്യോഗസ്ഥർക്കിടയിൽ പരസ്യമായി വാക്പോര് തുടരുന്നതിനിടെയാണ് മുഖ്യമന്ത്രിയുടെ ഇടപെടലുണ്ടാകുന്നത്. കഴിഞ്ഞ നവംബറിലാണ് N പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്യുന്നത്. അതിനിടെ സസ്പെൻഷനിലുള്ള കൃഷിവകുപ്പ് മുൻ സെക്രട്ടറി N പ്രശാന്തിന്റെ പരാതികൾ ചീഫ് സെക്രട്ടറി നേരിട്ട് കേൾക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകിയിരുന്നു. ഇതനുസരിച്ച് ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ നേരിട്ട് ഹിയറിംഗ് നടത്തുമെന്നും പറഞ്ഞു. അഡീഷണൽ ചീഫ് സെക്രട്ടറി A ജയതിലക്, വൈറ്റില മൊബിലിറ്റി ഹബ് MD K ഗോപാലകൃഷ്ണൻ എന്നിവരെ ലക്ഷ്യമിട്ട് സമൂഹമാധ്യമത്തിൽ കുറിപ്പിട്ടതാണ് പ്രശാന്തിന്റെ സസ്പെൻഷനിൽ കലാശിച്ചത്. നവംബറിൽ സസ്പെൻഷനിലായ പ്രശാന്തിന്റെ സസ്പെൻഷൻ കാലാവധി ജനുവരിയിൽ 4 മാസത്തേക്ക് കൂടി സർക്കാർ നീട്ടിയിരുന്നു. സസ്പെൻഷൻ നൽകുകയും മെമ്മോ നൽകുകയും ചെയ്ത ഘട്ടത്തിൽ ചീഫ് സെക്രട്ടറിയോട് ചോദ്യങ്ങളുമായി പ്രശാന്ത് രംഗത്തെത്തിയിരുന്നു. ഇതിനിടെ പ്രശാന്തിനെതിരെ വകുപ്പുതല നടപടി എടുക്കുന്നതിന് മുന്നോടിയായി അന്വേഷണം നടത്തുവാൻ സർക്കാർ നീക്കം തുടങ്ങിയിരുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ അനുമതി തേടുകയും ചെയ്തിരുന്നു. ഇതിനിടെയാണ് പ്രശാന്തിന്റെ പരാതികൾ നേരിട്ട് കേൾക്കുവാൻ ചീഫ് സെക്രട്ടറിക്ക് മുഖ്യമന്ത്രി നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനുശേഷമായിരിക്കും തുടർ നടപടികൾ സ്വീകരിക്കുക. ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ മാസം അവസാനത്തിൽ സൗദി സന്ദർശനം നടത്തും. പ്രധാനമന്ത്രിയായതിനു ശേഷം മോദി 3ാമതാണ് സൗദി സന്ദർശിക്കുന്നത്.
ജിദ്ദയിൽ സൗദി രാജാവിന്റെ കൊട്ടാരത്തിലായിരിക്കും ഔദ്യോഗിക കൂടിക്കാഴ്ച നടത്തുന്നത്. സൽമാൻ രാജാവുമായും കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ മുഹമ്മദ് ബിൻ സൽമാനുമായും കൂടിക്കാഴ്ച നടത്തും. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ സാമ്പത്തിക സഹകരണം, തന്ത്രപരമായ മേഖലകളിലെ ബന്ധം എന്നിവ ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച ചർച്ചകൾ കൂടിക്കാഴ്ചയിൽ നടത്തുമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. വ്യാപാരം, നിക്ഷേപം, ഊർജം, പ്രതിരോധം എന്നീ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം ശക്തിപ്പെടുത്തുന്നതിനുമുള്ള കരാറുകൾ ഒപ്പിട്ടേക്കുമെന്നും സൂചനകളുണ്ട്. 2 ദിവസത്തെ സന്ദർശനത്തിനായിരിക്കും മോദി സൗദിയിലെത്തുന്നത്. 2023 സെപ്റ്റംബറിൽ സൗദി കിരീടാവകാശി മുഹമ്മദ് ബിൻ സൽമാൻ ബിൻ അബ്ദുൽ അസീസ് അൽ സൗദ് ഇന്ത്യ സന്ദർശിച്ചിരുന്നു. ജിദ്ദയിലെ പൊതുസമൂഹമായും മോദി സംവദിക്കുമെന്നാണ് സൂചനകൾ. നിലവിൽ പ്രധാനമന്ത്രിയെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലാണ് ജിദ്ദ. ഇന്ത്യയും സൗദിയും തമ്മിലുള്ള വ്യാപാര, നിക്ഷേപ ബന്ധങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിലായി കൂടുതൽ ശക്തി പ്രാപിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ 2023-24 വർഷങ്ങളിൽ $43.3 ബില്യൺ വ്യാപാരമാണ് നടന്നത്. നിലവിൽ സൗദി അറേബ്യയുടെ വ്യാപാര പങ്കാളികളിൽ 2ാം സ്ഥാനം ഇന്ത്യയ്ക്കാണ്. ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന 3ാമത്തെ രാജ്യം സൗദിയാണ്. ഗാസയിലെ സ്ഥിതിഗതികൾ, ഇസ്രായേൽ ഹമാസ് സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള ശ്രമങ്ങൾ, ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പ് സാമ്പത്തിക ഇടനാഴി എന്നിവയെക്കുറിച്ചുള്ള ചർച്ചകളും സന്ദർശനത്തിന്റെ ഭാഗമായി ഉണ്ടാകുമെന്നാണ് സൂചനകൾ. കഴിഞ്ഞ നവംബറിൽ സൗദി വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ് രാജകുമാരൻ ഇന്ത്യ സന്ദർശിച്ചിരുന്നു. വ്യാപാരം, നിക്ഷേപം, ഊർജം, പ്രതിരോധം, സുരക്ഷ, സംസ്കാരം എന്നീ മേഖലകളിൽ തന്ത്രപരമായ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ച് ഈ സന്ദർശനത്തിൽ ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഇന്ത്യയും സൗദി അറേബ്യയും തമ്മിലുള്ള വ്യാപാര ബന്ധം വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. 2016 ഏപ്രിലിലും 2019 ഒക്ടോബറിലും മോദി സൗദി സന്ദർശിച്ചിരുന്നു. ഈ 2 സന്ദർശനങ്ങളും റിയാദിലേക്കായിരുന്നു. ഇതാദ്യമായാണ് മോദി ജിദ്ദയിലേക്ക് വരുന്നത്. 2020 ഡിസംബറിൽ അന്ന് കരസേനാ മേധാവിയായിരുന്ന ജനറൽ MM നരവാനെ സൗദി അറേബ്യയിൽ സന്ദർശനം നടത്തിയിരുന്നു. ഇന്ത്യൻ സൈനിക തലവന്റെ ആദ്യ സൗദി സന്ദർശനമായിരുന്നു ഇത്. അതേസമയം സൗദി ഇന്ത്യയുടെ 5ാമത്തെ വലിയ വ്യാപാര പങ്കാളിയുമാണ്. സൗദി അറേബ്യയിലെ ഇന്ത്യൻ നിക്ഷേപങ്ങളും സമീപ വർഷങ്ങളിൽ വലിയ വർധനവ് രേഖപ്പെടുത്തി. 2023 ഓഗസ്റ്റിൽ ഏകദേശം $3 ബില്യൺ സൗദിയിലെ ഇന്ത്യൻ നിക്ഷേപം. മാനേജ്മെന്റ്, കൺസൾട്ടൻസി സേവനങ്ങൾ, നിർമ്മാണ പദ്ധതികൾ, ടെലികമ്മ്യൂണിക്കേഷൻസ്, IT, സാമ്പത്തിക സേവനങ്ങൾ, സോഫ്റ്റ്വെയർ വികസനം, ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ വിവിധ മേഖലകളിലാണ് നിക്ഷേപമുള്ളത്. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിന്റെ കണ്ണിയായി SFI മാറിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. SFI വിദ്യാർത്ഥികളെ കയറൂരി വിട്ടിരിക്കുകയാണ്. ഇതുവഴി പുതിയ തലമുറയെ ക്രിമിനലുകളാക്കി മാറ്റുകയാണ് CPM. എല്ലാ സാമൂഹിക വിരുദ്ധ പ്രവർത്തികളുടെയും പിറകിൽ SFI ആണെന്നും VD സതീശൻ പറഞ്ഞു. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റിയിലും എറണാകുളം ബാർ അസോസിയേഷൻ പരിപാടിയിലും SFI അതിക്രമത്തിന്റെ പശ്ചാത്തലത്തിൽ സംസാരിക്കുകയായിരുന്നു VD സതീശൻ. കേരളത്തിൽ സാമൂഹിക വിരുദ്ധ പ്രസ്ഥാനമായി മാറിയിരിക്കുകയാണ് ഇവർ. CPM നേതൃത്വം ഇടപെട്ട് ഈ സംഘടന പിരിച്ചുവിടണം. കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് യൂണിവേഴ്സിറ്റി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പുറത്തേക്ക് വന്ന പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ള KSU വിദ്യാർത്ഥികളെ പിറകിൽ വന്ന് അടിച്ചു. രക്ഷിക്കാനെത്തിയ പോലീസിനെയും തല്ലി. അതുകഴിഞ്ഞ് രാത്രി എറണാകുളം ജില്ലാ ബാർ അസോസിയേഷന്റെ വാർഷികാഘോഷ പരിപാടിയിലും അതിക്രമിച്ചു കയറി. അവിടെ കയറി സംഘം അവർക്കായൊരുക്കിയിരുന്ന ഭക്ഷണമെടുത്ത് കഴിച്ചു. സ്ത്രീകളെ അധിക്ഷേപിച്ചു. കൂട്ടയടിയിൽ 10ഓളം പേർ ആശുപത്രിയിലാണ്. രാഷ്ട്രീയ സംഘർഷമല്ല ഇത്. ബാർ അസോസിയേഷന്റെ വാർഷികാഘോഷം നടക്കുന്നിടത്തേക്ക് ഇരച്ചുകയറി അവിടുത്തെ മ്യൂസിക് പരിപാടിയിൽ ഡാൻസ് ചെയ്തതും ബഹളമുണ്ടാക്കിയും പ്രശ്നങ്ങളുണ്ടാക്കി. ഇത് ബാർ അസോസിയേഷനുകാർ ചോദ്യം ചെയ്തത് സംഘർഷത്തിൽ കലാശിച്ചു. പരിക്കേറ്റ് ആശുപത്രിയിലായവരിൽ CPM അനുകൂല സംഘടനയായ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയൻ പ്രവർത്തകരുമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. കോളേജുകളിൽ മയക്കുമരുന്ന് കേസുകളിൽ പിടിച്ചാലും റാഗിംഗ് കേസുകളിൽ പിടിച്ചാലും അതിലെല്ലാം SFIക്കാരുണ്ട്. എല്ലാ സാമൂഹിക വിരുദ്ധ പ്രവൃത്തികളുടെയും പിറകിൽ SFI വിദ്യാർത്ഥികളാണ്. ഇവരെ കയറൂരി വിട്ടിരിക്കുകയാണ്. സംസ്ഥാനത്തെ ലഹരി വ്യാപനത്തിന്റെ കണ്ണികൾ കൂടിയായി ഇവർ മാറിയിരിക്കുന്നു. പുതിയ തലമുറയെ ക്രിമിനലുകളാക്കി മാറ്റുകയാണ് CPM എന്നും സതീശൻ പറഞ്ഞു. മദ്യനയത്തിന്റെ വിഷയം പറഞ്ഞത് ലഹരി മരുന്നിനെതിരായിട്ട് അതിശക്തമായ പോരാട്ടം തുടങ്ങും എന്ന് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം. മുഖ്യമന്ത്രി നേരെ പോയി ക്യാബിനറ്റിൽ പോയി 1-ാം തീയതി കൂടി മദ്യം വിളമ്പാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുന്നത്. എന്തൊരു കാപഡ്യമാണ് കാണിക്കുന്നത്, എന്തൊരു കാപഡ്യമാണ് കാണിക്കുന്നത്. 1-ാം തീയതി കൂടി മദ്യം വിളമ്പാൻ വേണ്ടി തീരുമാനം എടുക്കുക, നേരെ പോയി ലഹരിക്കെതിരായിട്ട് ആഞ്ഞടിക്കുക, പത്രസമ്മേളനം നടത്തി ആഞ്ഞടിക്കുക. ഇനി വിട്ടുവീഴ്ചയില്ലാത്ത പോരാട്ടം എന്ന് പറയാം. എന്നിട്ട് നേരെ പോയി ക്യാബിനറ്റിൽ പോയി
1-ാം തീയതി അവധിയായിരുന്നു, അതുകൂടി തുറന്നു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുക, ബ്രൂവറി തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം എടുക്കുക, എക്സൈസ് മന്ത്രി ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയാം. കള്ളിൻ്റെ ഒപ്പം ജവാനെയും കൂടി ജവാനാരാ പറയണ്ടല്ലോ, മറ്റേ ജവാനല്ല, ഞാനിനി ജവാന്മാരെ അവമാനിച്ചെന്ന് പറയും. ജവാൻ ബ്രാൻഡ് ജവാനെ കൂടി പ്രോത്സാഹിപ്പിക്കുമെന്ന് പറയാം. എന്തൊരു കാപട്യമാണ് ഈ സർക്കാരിൻ്റെ, കാപട്യമാണ്. യുഎസിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന ചൈനീസ് ഉൽപ്പന്നങ്ങൾക്ക് 145% തീരുവ ചുമത്തിയ ഡൊണാൾഡ് ട്രംപിന്റെ നടപടിയെ ഭയക്കുന്നില്ലെന്ന് ചൈന. യുഎസിന്റേത് ഏകപക്ഷീയമായ ഭീഷണിയാണെന്നും ഇതിനെ ചെറുക്കുവാൻ യൂറോപ്യൻ യൂണിയൻ തങ്ങളുമായി കൈകോർക്കണമെന്നും ചൈന ആവശ്യപ്പെട്ടു. സ്പാനിഷ് പ്രസിഡന്റ് പെഡ്രോ സാഞ്ചസുമായി ബെയ്ജിംഗിൽ വെച്ച് നടത്തിയ കൂടിക്കാഴ്ചയിലാണ് ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് ഇക്കാര്യം പറഞ്ഞത്. വ്യാപാര യുദ്ധം മറികടക്കാൻ ചൈനയുമായി സഹകരിക്കണമെന്ന് യൂറോപ്യൻ യൂണിയനെ ഷീ മുന്നറിയിപ്പ് നൽകിയതായും ഔദ്യോഗിക വാർത്താ ഏജൻസിയായ സിൻഹുവ പറഞ്ഞു. ഏകപക്ഷീയമായ ഭീഷണിപ്പെടുത്തലിനെ സംയുക്തമായി ചെറുക്കണം. ഇത് രാജ്യാന്തര നീതിയുടെ സംരക്ഷണത്തിന് അനിവാര്യമാണ്. ചൈന ഈ യുദ്ധങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നില്ല, പക്ഷേ അത് ഭയപ്പെടുന്നുമില്ല. പ്രശ്നങ്ങൾ പരിഹരിക്കാൻ US ശരിക്കും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇത്തരം പെരുമാറ്റങ്ങൾ അവസാനിപ്പിക്കണം. US-ന്റെ ഈ തന്ത്രങ്ങൾ ചൈനയുടെ അടുത്ത് വില പോകില്ല എന്നും ചൈനീസ് വക്താവ് പറഞ്ഞു. ചൈനയിൽ നിന്ന് പ്രതിവർഷം $50 ബില്യൺ സാധനങ്ങളാണ് സ്പെയിൻ ഇറക്കുമതി ചെയ്യുന്നത്. വ്യാപാരത്തെ ചൊല്ലിയുള്ള രാജ്യാന്തര തർക്കങ്ങൾ ചൈനയും യൂറോപ്യൻ യൂണിയനുമായുള്ള സഹകരണത്തിന് തടസ്സമാകരുതെന്നാണ് സ്പെയിനിന്റെ നിലപാട്. US ഒരു വ്യാപാര യുദ്ധത്തിന് ചൈനയെ നിർബന്ധിച്ചാൽ ചൈന അവസാനം വരെ പോരാടുമെന്നും ചൈനീസ് വക്താവ് വ്യാഴാഴ്ച പറഞ്ഞു. ട്രംപിന്റെ ഏറ്റവും പുതിയ നടപടി ലോകത്തിലെ ഏറ്റവും വലിയ 2 സമ്പദ് വ്യവസ്ഥകൾ തമ്മിലുള്ള ബന്ധത്തിലെ വിള്ളലിന്റെ ആഴം കൂട്ടിയിരിക്കുകയാണ്. ചുങ്കം ഏർപ്പെടുത്തുന്നതിൽ ഭൂരിഭാഗം രാജ്യങ്ങൾക്കും 90 ദിവസത്തേക്ക് ഇളവ് അനുവദിച്ചപ്പോൾ ചൈനയെ ട്രംപ് ഒഴിവാക്കിയില്ല. US ഉൽപ്പന്നങ്ങൾക്കുള്ള ഇറക്കുമതി ചുങ്കം നേരത്തെ പ്രഖ്യാപിച്ച 34% നിന്ന് 84% ചൈന വർദ്ധിപ്പിച്ചതിന് പകരമായാണ് ചൈനയുടെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചതെന്നാണ് ട്രംപ് ഭരണകൂടത്തിന്റെ ഭാഷ്യം. ആഗോള വിപണിയിൽ ചൈന മറ്റു രാഷ്ട്രങ്ങളോട് പുലർത്തുന്ന ബഹുമാനക്കുറവാണ് ചൈനയുടെ മേൽ അധിക നികുതി ഏർപ്പെടുത്തുന്നതിനുള്ള കാരണമെന്നാണ് ട്രംപ് പറയുന്നത്. തിരിച്ചും തീരുവ വർദ്ധിപ്പിച്ചാൽ അധിക ചുങ്കം ഏർപ്പെടുത്തുമെന്നും അല്ലാത്ത പക്ഷം 90 ദിവസം ചുങ്കം വർദ്ധിപ്പിക്കുന്നത് നിർത്തിവെക്കാമെന്നും രാജ്യങ്ങളെ അറിയിച്ചു. തിരികെ നികുതി വർദ്ധിപ്പിക്കാതെ സഹകരിച്ച രാഷ്ട്രങ്ങളെ അധിക നികുതിയിൽ നിന്ന് ഒഴിവാക്കി. എന്നാൽ ചൈന അതിനെതിരെ പ്രവർത്തിച്ചതിനാലാണ് തീരുവ വർദ്ധിപ്പിച്ചതെന്നും ട്രംപ് പറഞ്ഞിരുന്നു. വാരണാസിയിൽ 23 പേർ ചേർന്ന 19-കാരിയെ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ കേസിൽ പ്രതികൾക്കെതിരെ കർശന നടപടിയെടുക്കുവാൻ നിർദ്ദേശം നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഭാവിയിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഒഴിവാക്കുവാനുള്ള നടപടികൾ കൈക്കൊള്ളണമെന്നും പ്രധാനമന്ത്രി പോലീസിന് നിർദ്ദേശം നൽകി. സ്വന്തം മണ്ഡലമായ വാരണാസിയിലെ വികസന പ്രവർത്തനങ്ങൾ ഉദ്ഘാടനം ചെയ്യുവാൻ എത്തിയതിനിടയിലായിരുന്നു മോദിയുടെ പ്രതികരണം. വാരണാസിയിൽ വിമാനം ഇറങ്ങിയ ഉടൻ തന്നെ പോലീസ് കമ്മീഷണർ കൂട്ടബലാത്സംഗവുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പ്രധാനമന്ത്രിയെ ധരിപ്പിച്ചു. ഉത്തർപ്രദേശിൽ 12ാം ക്ലാസ്സുകാരിയെ 20-ലധികം പേർ ചേർന്ന് 7 ദിവസം കൂട്ടബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിൽ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. വാരണാസിയിൽ മാർച്ച് 29 മുതൽ ഏപ്രിൽ 4 വരെയാണ് പെൺകുട്ടിയെ സംഘം പീഡിപ്പിച്ചത്. ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് കലർത്തി ബോധം കെടുത്തിയായിരുന്നു ക്രൂരത. സംഭവത്തിൽ 23 പേർക്കെതിരെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതിൽ 9 പേരെ അറസ്റ്റ് ചെയ്തു. മാർച്ച് 29-നാണ് പെൺകുട്ടിയെ കാണാതാവുന്നത്. സുഹൃത്തിനൊപ്പം വാരണാസിയിലെ പിശാച് മോചൻ എന്ന സ്ഥലത്തെ ബാറിൽ പോയതായിരുന്നു പെൺകുട്ടി. ഇവിടെ നിന്ന് പ്രതികൾ കുട്ടിക്ക് ശീതളപാനീയത്തിൽ മയക്കുമരുന്ന് നൽകി ബോധം കെടുത്തുകയും വിവിധ ഹോട്ടലുകളിലെത്തിച്ച് ക്രൂരമായി ബലാത്സംഗം ചെയ്യുകയുമായിരുന്നു. പെൺകുട്ടിയുടെ മാതാപിതാക്കൾ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പോലീസ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. പ്രതികളിൽ പെൺകുട്ടി ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ടവരും മുൻ സുഹൃത്തുക്കളും ഉൾപ്പെട്ടിട്ടുണ്ട്. അതിനിടെ വാരണാസിയിൽ 3880 കോടി രൂപയുടെ 44 പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിർവഹിച്ചു. 130 കുടിവെള്ള പദ്ധതികൾ, 100 പുതിയ അങ്കണവാടി കേന്ദ്രങ്ങൾ, 356 ലൈബ്രറികൾ, പിദ്രയിലെ ഒരു പോളിടെക്നിക് കോളേജ്, ഒരു സർക്കാർ ഡിഗ്രി കോളേജ് എന്നിവ ഉൾപ്പെടെയുള്ളവയുടെ ഉദ്ഘാടനങ്ങളാണ് കഴിഞ്ഞത്. ഗ്രാമവികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച പദ്ധതികളാണ് പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതെന്ന് വാരണാസി ഡിവിഷണൽ കമ്മീഷണർ കൗശൽ രാജ് ശർമ്മ പറഞ്ഞു. രാംനഗറിലെ പോലീസ് ലൈനിലും പോലീസ് ബാരക്കുകളിലും ഒരു ട്രാൻസിറ്റ് ഹോസ്റ്റലും 4 റൂറൽ റോഡുകളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തതായി അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗവർണർ ആനന്ദിബെൻ പട്ടേൽ, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. കെ
KPMS സമ്മേളനത്തിൽ പങ്കെടുക്കുവാൻ മുഖ്യമന്ത്രി ആലപ്പുഴയിലെത്തുന്നതിനാൽ പ്രദേശത്തെ കടകൾ പൂർണ്ണമായും അടച്ചിടണമെന്ന പോലീസിന്റെ നിർദ്ദേശത്തിൽ വിശദീകരണവുമായി SP MP മോഹനചന്ദ്രൻ. മുഖ്യമന്ത്രിയുടെ പരിപാടിയിൽ എല്ലാ കടകളും അടയ്ക്കുവാൻ ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് SP മോഹനചന്ദ്രൻ പറഞ്ഞു. ഗ്യാസ് സിലിണ്ടർ ഉപയോഗിക്കുന്ന കടകൾ മാത്രം അടയ്ക്കാനാണ് നിർദ്ദേശം നൽകിയതെന്നും കുടിവെള്ളം, മറ്റ് അവശ്യ സാധനങ്ങൾ വിൽക്കുന്ന കടകൾക്ക് നിയന്ത്രണങ്ങളില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി. ആലപ്പുഴ സൗത്ത് പോലീസാണ് കടയുടമകൾക്ക് നോട്ടീസ് അയച്ചത്. വേദികൾക്ക് സമീപം 14 കടകൾ തുറക്കരുതെന്നാണ് നിർദ്ദേശം നൽകിയതെന്ന് പോലീസ് വ്യക്തമാക്കി. 84 കടകൾ അടച്ചിടുവാൻ സൗത്ത് പോലീസ് നിർദ്ദേശം നൽകിയെന്ന ആരോപണം തെറ്റാണ്. മുഖ്യമന്ത്രി റോഡിൽ നിന്ന് വേദിയിലേക്ക് കടന്നുവരുന്ന വഴിയരികിലും വേദിയുടെ സമീപത്തുള്ള 14 കടകൾക്ക് മാത്രമാണ് സുരക്ഷ കണക്കിലെടുത്ത് വെള്ളിയാഴ്ച അടച്ചിടുവാൻ നോട്ടീസ് നൽകിയതെന്നും പോലീസ് പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയൻ 11-ാം തീയതി ആലപ്പുഴ ബീച്ചിൽ നടക്കുന്ന KPMS സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതാണ്. സമ്മേളനത്തിൽ 10,000-കണക്കിന് ആളുകൾ പങ്കെടുക്കുന്നതിനാൽ ഒരു വലിയ ജനക്കൂട്ടം ബീച്ച് പരിസരത്തുണ്ടാകും. പൊതുസുരക്ഷയുടെ ഭാഗമായി തങ്ങളുടെ ഉടമസ്ഥതയിലുള്ള ബീച്ചിലെ കച്ചവട സ്ഥാപനം നാളെ പൂർണ്ണമായും അടച്ചിടണമെന്നാണ് സൗത്ത് പോലീസ് സ്റ്റേഷനിൽ നിന്ന് കടയുടമകൾക്ക് ലഭിച്ച നോട്ടീസിൽ പറയുന്നത്. ഇന്ന് വൈകുന്നേരം 6 മണിക്കാണ് KPMS സമ്മേളനം നടക്കുന്നത്. പോലീസ് നോട്ടീസിനെതിരെ പ്രതിഷേധവുമായി ആലപ്പുഴ ബീച്ച് വർക്കേഴ്സ് കോൺഗ്രസ് INTUC രംഗത്തെത്തിയിരുന്നു. കച്ചവടക്കാരെ ദ്രോഹിക്കുന്ന സമീപനമാണിതെന്ന് ആലപ്പുഴ ബീച്ച് വർക്കേഴ്സ് കോൺഗ്രസ് പ്രതികരിച്ചു. തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്നും അവർ ആവശ്യപ്പെട്ടിരുന്നു. ഹഡ്സൺ നദിയിൽ വിനോദസഞ്ചാരികൾ സഞ്ചരിച്ച ഹെലികോപ്റ്റർ തകർന്നു വീണ 3 കുട്ടികളടക്കം 6 പേർ മരിച്ചു. ഹെലികോപ്റ്ററിൽ 6 പേർ തന്നെയാണ് ആകെയുണ്ടായിരുന്നത്. സ്പെയിനിൽ നിന്നെത്തിയ ഒരു 5-അംഗ കുടുംബവും പൈലറ്റും ഉൾപ്പെടെയാണ് മരിച്ചത്. അപകടത്തിൽ കൊല്ലപ്പെട്ടവരെ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ലെങ്കിലും സ്പെയിനിലെ സീമെൻസിന്റെ പ്രസിഡന്റും CEOയുമായ അഗസ്റ്റിൻ എസ്കോബാറും അദ്ദേഹത്തിന്റെ കുടുംബവും ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നുവെന്നാണ് ന്യൂയോർക്ക് പോസ്റ്റ് റിപ്പോർട്ട് ചെയ്യുന്നത്. ഹെലികോപ്റ്റർ അപകടത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപകട സ്ഥലത്ത് വെച്ച് 4 പേരും രക്ഷാദൌത്യത്തിന് കൊണ്ടുപോകും വഴിയിൽ വെച്ച് 2 പേരും മരിക്കുകയായിരുന്നു. 4 പേരെ നദിയിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും ആരെയും രക്ഷിക്കുവാൻ കഴിഞ്ഞില്ലെന്ന് മേയർ എറിക് ആഡംസ് പറഞ്ഞു. വളരെ ദാരുണമായ അപകടമാണ് സംഭവിച്ചതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. സംഭവം നടന്നതോടെ ന്യൂയോർക്കിൽ നിന്നും ന്യൂജേഴ്സിയിൽ നിന്നുമുള്ള പോലീസ് സന്നാഹവും അഗ്നിശമന സേനാ കപ്പലുകളും സ്ഥലത്തെത്തിയിരുന്നു. മോശം കാലാവസ്ഥ കാരണം പൈലറ്റിന് ഹെലികോപ്റ്റർ നിയന്ത്രിക്കുവാൻ കഴിയാതിരുന്നതാണ് അപകട കാരണമെന്ന് NBC4 ചാനൽ റിപ്പോർട്ട് ചെയ്തു. ന്യൂയോർക്കിൽ കനത്ത മേഘാവൃതമായിരുന്നു കാലാവസ്ഥ. അപകട സമയത്ത് വിമാനത്തിൽ നിന്ന് ഒരു റോട്ടർ ബ്ലേഡ് അഴിഞ്ഞുപോയത് കണ്ടതായി ദൃക്സാക്ഷികൾ പറഞ്ഞു. സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ദൃശ്യങ്ങളിലും വിമാനത്തിന്റെ ഭാഗങ്ങൾ പൊട്ടിപ്പോകുന്നതും ഹെലികോപ്റ്റർ നദിയിലേക്ക് വീഴുന്നതും കാണാം. ഹഡ്സൺ നദിയിലുണ്ടായ ഭയാനകമായ ഹെലികോപ്റ്റർ അപകടത്തിൽ പൈലറ്റും മാതാപിതാക്കളും 3 കുട്ടികളും മരിച്ചു. അവർ നമ്മെ വിട്ടുപിരിഞ്ഞു. അപകടത്തിന്റെ ദൃശ്യങ്ങൾ ഭയാനകമാണെന്നും അപകടത്തെക്കുറിച്ച് പ്രതികരിച്ചുകൊണ്ട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. സംഭവത്തെക്കുറിച്ച് അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂയോർക്ക് ഹെലികോപ്റ്റർ ടൂൾസ് പ്രവർത്തിക്കുന്ന ബെൽ 206 വിഭാഗത്തിൽപ്പെട്ട ഹെലികോപ്റ്ററാണ് അപകടത്തിൽപ്പെട്ടിരിക്കുന്നതെന്ന് പോലീസ് അറിയിച്ചു. പ്രാദേശിക സമയം ഉച്ചകഴിഞ്ഞ് 3 മണിയോടെയാണ് ഹെലികോപ്റ്റർ യാത്ര പുറപ്പെട്ടത്. 2009-ൽ ഹഡ്സൺ നദിക്ക് മുകളിൽ വെച്ച് വിമാനവും ടൂറിസ്റ്റ് ഹെലികോപ്റ്ററും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ 9 പേർ മരിച്ചിരുന്നു. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ചാനൽ സന്ദർശിക്കുക. നന്ദി.